ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ടൈമിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഒരു നേഴ്സായിട്ട് UK വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് OSCE എക്സാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മുടെ വാർഡിൽ എന്തായിട്ടാണ് ആദ്യം ഒരു ഹെൽത്ത് കെയറായിട്ടാണ് നമ്മൾ ജോബ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ NMC പിൻ വന്നതിന് ശേഷം നമ്മളൊരു രജിസ്റ്റേർഡ് നേഴ്സ് ആകുന്നു. ആ രജിസ്റ്റേർഡ് നേഴ്സ് ആയതിൻ്റെ നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മുടെ പിൻ വന്ന് നെക്സ്റ്റ് മന്ത് തൊട്ട് നമുക്ക് NMC നമുക്ക് ആ പറഞ്ഞ് നമ്മളെ കോൺട്രാക്റ്റുള്ള ആ ഒരു സാലറി നമുക്ക് പെർ മന്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മുൻപ് നമുക്ക് വരുന്ന ടൈമിൽ അവർ നമുക്ക് 6 വീക്സ് മാത്രമേ 6 വീക്സ് മാക്സിമം 1 മന്ത് ആ ഒരു ലെവലിലാണ് ഇവർ നമുക്ക് അക്കോമഡേഷൻ തരുന്നത്. അത് കഴിയുമ്പോൾ ഉടൻ തന്നെ ഫാമിലിയെ കൊണ്ടുവരുന്നു എന്ന് പ്ലാനുള്ളവർക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വീടെടുക്കാം. വീടായിട്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടോ എടുക്കാം. ഇല്ല, ചിലവർക്ക് ഇപ്പോഴേ ഫാമിലി വരുന്നില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ ഫാമിലി വന്നത് ഒരു വർഷം 2 മാസം ആ ഒരു ലെവലിൽ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലേക്കൊക്കെ ഫാമിലി വരുന്നുള്ളൂ എന്നുള്ളെങ്കിൽ നമുക്ക് അപ്പം തന്നെ വീടും കാര്യങ്ങളും എടുത്തു മാറാതെ, എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്, ഞാൻ ചെയ്തതുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തു മാറാതെ നമുക്ക് ഒരു റൂം എടുത്തിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് സ്റ്റേ ചെയ്യുവോ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഫാമിലി വരാത്ത ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുവോ, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് റൂം അല്ലെങ്കിൽ ഹോസ്പിറ്റലിനടുത്ത് നമുക്ക് അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുവോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് ആപ്പുകളുണ്ട്. ഏതൊക്കെ ആപ്പിലാണ് നമ്മളിവിടെ വീട് സെർച്ച് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ ഈ താമസിക്കുന്ന ഏരിയയിൽ ഇവിടെ ബിർമിംഗ്ഹാമിൽ എങ്ങനെയാണ് റൂമിൻ്റെ ഏകദേശം റെൻറ്റ് കാര്യങ്ങൾ, വീടിൻ്റെ റെൻറ്റ് കാര്യങ്ങൾ, അങ്ങനെ അതിനെപ്പറ്റിയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആ സൈഡിലൊരു ബെല്ലൈക്കൺ വരുന്നതായിരിക്കും. നിങ്ങൾ ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോസ് എല്ലാം UK ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് കയറി വരുന്ന ആൾക്കാർക്ക്, NHS വരുന്ന ഒരാൾക്കാർക്ക്, നേഴ്സസിന് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ 6 വീക്സ് കഴിഞ്ഞിട്ട് എൻ്റെ അക്കോമഡേഷൻ അവിടുന്ന് മാറി. അപ്പോൾ എൻ്റെ ഫാമിലി 1 വർഷം കഴിഞ്ഞിട്ടേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ആപ്പുകൾ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്ല, ZOOPLA, സൂപ്ല, ഓപ്പൺ റെൻറ്റ്, സ്പെയർ റൂം, റൈറ്റ് മൂവ്. വേറെ ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് അതിനെപ്പറ്റി അറിവില്ല. ഈ 4 ആപ്പിലാണ് ഞാൻ നോക്കിയത്. അതിൽ എനിക്ക് ഫസ്റ്റ് എൻ്റെ ആ ഒരു 1 റൂം, അധികം സ്പെയർ റൂം എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ റൂമുകളെ പറ്റിയുള്ള അറിവുകളാണ് നമുക്ക് അധികം ഉള്ളത്. അതായത് എവിടെയൊക്കെ റൂം അവൈലബിൾ ആയിട്ട് നമ്മുടെ പോസ്റ്റ് കോഡ്, ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ നമ്മളിപ്പം സ്ഥലപ്പേര് പറയവല്ല, നമുക്കൊരു പോസ്റ്റ് കോഡ് കാണും. ആ പോസ്റ്റ് കോഡ് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി ഒരു 2 വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റ് കോഡായി. അപ്പം അങ്ങനെ ഇപ്പം ഫോർ എക്സാമ്പിൾ B33, B9, B8 അങ്ങനെ നമുക്ക് ബിർമിംഗ്ഹാമിൻ്റെ B, അങ്ങനെ നമുക്ക് ഓരോരോ പോസ്റ്റ് കോഡായിരിക്കും സംഭവം. അപ്പോൾ ഫോർ എക്സാമ്പിൾ കോവൻട്രി എന്നുള്ളത് CV അങ്ങനെ ചേർന്നിട്ട് ഒരു പോസ്റ്റ് കോഡ് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് പോസ്റ്റ് കോഡ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇവിടെ എല്ലാം വന്നിട്ട് വീട്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ഏത് പോസ്റ്റ് കോഡിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ എവിടായിട്ടാണോ നിങ്ങൾക്ക് വീട് വേണ്ടത്, ആ വീടിൻ്റെ വീട് ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ലൊക്കേഷൻ അടിച്ചു കൊടുക്കുക. ലൊക്കേഷൻ അടിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് കാണിക്കും, സെർച്ചിൽ കാണിക്കും ഒരു 1/2 മൈൽസ് എവേ ആണോ 1 മൈൽ എവേ ആണോ, മാക്സിമം 1/2 മൈൽ to 1 മൈലേ കൊടുക്കാവുള്ളൂ. അതാകുമ്പം അധികം ദൂരം നമുക്കില്ല. പിന്നെ കൂടുതൽ ദൂരം പോകുന്തോറും നിങ്ങൾക്ക് റെൻറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ഡ്രൈവിങ്ങും കാര്യങ്ങളെല്ലാം അറിയാം, വണ്ടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി വരാൻ ഈസി ആയിരിക്കും. ഇപ്പോൾ ഞാൻ ചെയ്തത് B9 എൻ്റെ ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ ആ B9 ഏരിയ തന്നെയാണ് നോക്കിയത്. നോക്കിയപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നും ബസ്സിൽ ഒരു 10 to 12 മിനിറ്റ്സ് ബസ്സിൽ. അപ്പോൾ 12 മിനിറ്റ്സ് നമുക്ക് മാപ്പിൽ കാണിച്ചാലും അത്രയൊന്നും എടുക്കില്ല. പിന്നെ ട്രാഫിക് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ പോകാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്കാണ് ഞാൻ എടുത്തിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ ആപ്പിലും നോക്കി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് സൂപ്ല എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി അവൾ വീടെടുക്കുമായിരുന്നു. കാരണം ഫാമിലി ഉടനെ വരുന്നുണ്ടായിരുന്നു. അതിൽ റൂംസ് ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ അധികവും വീട് ഫ്ലാറ്റിലാണ് കാണിക്കുന്നത്. ഈ സ്പെയർ റൂം എന്ന് പറയുന്നതിലാണ് അധികവും റൂമുകൾ. അപ്പോൾ അവൾ അതിലാണ് വീടെടുത്തിരിക്കുന്നത് സൂപ്ലയിൽ. പക്ഷേ സൂപ്ല എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല, അത്ര യൂസ്ഫുൾ ആയില്ല. പിന്നെ അവൾക്ക് കിട്ടി. പലർക്കും പലതിലാണല്ലോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. അപ്പോൾ
ഓപ്പൺ റെൻ്റ് വഴിയാണ് ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ വീട് എടുത്തിരിക്കുന്നത്. ഇതിലൊരു ഫ്ലാറ്റ് ഞാൻ പോയി കണ്ടു, അതും ഓപ്പൺ റെൻ്റ് വഴിയാണ്. അപ്പോൾ ഓപ്പൺ റെൻ്റ് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, സ്പെയർ റൂം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു റൂം എടുത്തിട്ട് അതെങ്ങനെയാണ് റൂമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴെ ഞങ്ങൾക്ക് ലാൻഡ് ലോഡ്, അതായത് നമ്മുടെ ഹൗസ് ഓണർ താമസിക്കുന്നുണ്ട്. മുകളിൽ 2 റൂം, ഒരു ഷെയറിങ് ടോയ്ലറ്റ്, താഴെ കിച്ചൺ, ഞങ്ങൾ 2 പേരുടെ ഷെയറിങ്, അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ 2 പേരും എടുത്തു. അവളും 500 പൗണ്ട്, ഞാനും 500 പൗണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ നമുക്കൊരു 1 ഇയർ കഴിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറിയിൽ നിന്ന് നമുക്കൊരു 500 പൗണ്ടും നമുക്ക് ആകെ ഫുഡിന് കൂടി പോയി ഒരു 110 പൗണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ എന്തെങ്കിലും ഷോപ്പിംഗ് ഐറ്റംസ് മാറിക്കഴിഞ്ഞാൽ ബാക്കി മണി ഓരോരുത്തരുടെ ചിലവനുസരിച്ചിട്ടിരിക്കും, പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് സേവിങ് ആണല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ഫാമിലിയെ കൊണ്ടുവരുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ അല്ല, നിങ്ങൾക്ക് അത്യാവശ്യം ബാങ്ക് ബാലൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പോലും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, നമ്മുടെ സ്പൗസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുവാണ്. എല്ലാവർക്കും അല്ല കേട്ടോ, ചില ടൈമിൽ ചിലപ്പോൾ കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മൾ റൂമിനിങ്ങനെയാണ് റെൻറ്റ്. പിന്നെ നമ്മളൊരു വീടായിട്ട് എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ കപ്പിൾസ് മാത്രം താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 1 ബെഡ്റൂം കിച്ചൺ മതിയാകും. അതല്ല, നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി ബിലോ 3 ഇയേഴ്സോ ബിലോ 5 ഇയേഴ്സോ അങ്ങനെ എന്തോ ആണ്, അതിന് മേലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 2 ബെഡ്റൂം വേണ്ടി വരുന്നതായിരിക്കും. നമ്മുടെ കുട്ടിയെ എത്ര വയസ്സ് വരെ നമ്മൾ കൂടെ കിടത്തുന്നു അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര ഏജ് ഗ്രൂപ്പിന്, അതായത് കുട്ടി കുറച്ച് പ്രായമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി കിടത്തണം, വേറൊരു റൂം അതിന് വേണ്ടി വേണം എന്നതാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ അങ്ങനെയാണ്. അപ്പം 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിന് വരുന്നത് ഈ ഏരിയയിൽ പറയുവാണ് മാക്സിമം ഒരു 800 850 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇപ്പം നമ്മുടെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, ഒരു ടോയ്ലറ്റ്, ഇത്രയും സംഭവമാണ് വരുന്നത്. ഞാൻ 1000 പൗണ്ടാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ റെൻറ്റ് മാത്രമാണ് പറയുന്നത് കേട്ടോ. ഇത്രയാണ് വരുന്നത്. പിന്നെ നമുക്ക് മന്ത്ലി കൗൺസിൽ ടാക്സ്, ഈ കൗൺസിൽ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി ടാക്സ്, അതിന് നിങ്ങൾ ആ വീടെടുത്ത് കഴിയുമ്പോൾ കൗൺസിലിൽ, നിങ്ങൾ ഏത് സിറ്റി കൗൺസിലാണോ വരുന്നത് ആ കൗൺസിലിൽ വിളിച്ച് നിങ്ങളുടെ പോസ്റ്റ് കോഡും നെയിമും കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യും. ആ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ മന്ത്ലി, ഞാൻ ഡയറക്റ്റ് ഡെബിറ്റാണ് കൊടുത്തിരിക്കുന്നത്, എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് മന്ത്ലി അവർ കാർഡിൽ നിന്ന് പിടിക്കുവാണ് പൈസ. അപ്പോൾ അങ്ങനെ എടുക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ വാട്ടറും ഒരു കമ്പനിയായിട്ട് നമ്മൾ കോൺട്രാക്റ്റ് വെക്കണം, അവരെയും വിളിക്കുക, ഇതുപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നു, ഇതേ സെയിം പ്രോസസ്സ്. പിന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്നു, നമ്മുടെ സംഭവം ഇതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ അതും മന്ത്ലി, ഇതെല്ലാം ഞാൻ ഡയറക്റ്റ് ഡെബിറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് മന്ത്ലി അതിനെപ്പറ്റി ബേജാറാവേണ്ട കാര്യമില്ല, എല്ലാം ഇതിലേ അങ്ങ് പോയിക്കോളും. അങ്ങനെയാണ് സംഭവങ്ങൾ. പിന്നെ വീട് വേറെ, ഫ്ലാറ്റ് വേറെ. നിങ്ങൾക്ക് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ വീട് എടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ഇതെല്ലാം പറയുന്നത് എൻ്റെ ഒപ്പീനിയനാണ്. കാരണം വീടാണെങ്കിൽ വീടിന് ബാക്കിൽ നമുക്ക് കുറച്ച് ബാക്ക് യാർഡ്, മുറ്റം കിട്ടും, ഫ്രണ്ടിലും കുറച്ച് മുറ്റം കിട്ടും. അതല്ല, ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്ലാറ്റിനും, ഞാൻ ലാസ്റ്റ് കണ്ട ഫ്ലാറ്റിനും ഈ വീടിനും ഒരേ റേറ്റാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഓടിക്കളിക്കാനും എടുക്കാനും ഒന്നുമുള്ള ഒരു ഇത് കിട്ടുകട്ടെ, ഒന്നും അങ്ങോട്ട് ഒരു മുറ്റമൊന്നുമില്ലാതെ എല്ലാം അടച്ചു പൂട്ടിയിട്ട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു വീട് കണ്ടുപിടിച്ചു, അങ്ങനെ വീട്ടിലേക്ക് മാറുന്നു. പിന്നെ നമ്മുടെ ഫാമിലിയും കാര്യങ്ങളും എല്ലാം, അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാൻ പറയേണ്ടതില്ലല്ലോ. 1 ഇയർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അപ്പോൾ കൊണ്ടുവരുന്നതോ അതെല്ലാം വന്ന് ഓരോരുത്തരുടെ സൗകര്യം പോലെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്പുകൾ. ഈ ആപ്പിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ വീട് ചൂസ് ചെയ്തത്. പക്ഷേ അതിൽ ഓപ്പൺ റെൻറ്റ് എന്ന് പറയുന്ന ആപ്പാണ് എനിക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ വന്നിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ ടോപ്പിക്കിനെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യുക പ്ലീസ്.
ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരം വീഡിയോസൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്തൊക്കെയാണ് UK വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ അധികവും അപ്ലോഡ് ചെയ്യുന്നത്. അതിനിടയിൽ ചില ഡെയിലി ലൈഫ്, ഡെയിലി ലൈഫ് പിന്നെ ഡേ ഔട്ട് അങ്ങനെയുള്ളതൊക്കെ ജസ്റ്റ് വരുന്നതേ ഉള്ളൂ. അല്ലാതെ മെയിൻലി ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, പിന്നെ ഇന്ന് നല്ല സണ്ണി ഡേ ആയിരുന്നു. 21 ഡിഗ്രി ഉണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഈ ലൈറ്റും കാര്യങ്ങളെല്ലാം. ഞാൻ പുറത്ത് പോയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് നോക്കിയതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ആംബുലൻസിൻ്റെ ശബ്ദം, പിന്നെ ഭയങ്കര വെയിലിൻ്റെ ഭയങ്കര ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.